പക്ഷേ യുവനടിയുടെ പീഡന പരാതിയിൽ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് അഴിക്കുള്ളിൽ എറണാകുളം സബ് ജയിലിലാണ് രഞ്ജിത്തിനെ എത്തിച്ചത്. 14 ദിവസത്തേക്കാണ് ജുഡീഷ്യൽ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. ജനുവരി 30-ന് കാരവനിൽ വെച്ച് രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. തനിക്കെതിരെയുള്ള പരാതി വ്യാജമെന്നും കേസെടുത്തത് നടപടി പാലിക്കാതെയെന്നുമാണ് രഞ്ജിത്തിന്റെ വാദം. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. രഞ്ജിത്തിന്റെ ആരോഗ്യാവസ്ഥ അഭിഭാഷകൻ കോടതിയെ അറിയിക്കും. ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ടോ? ഇന്ന് കോടതിയിൽ പരിഗണിക്കും. രഞ്ജിത്ത് പറഞ്ഞത് അങ്ങനെയാണ്. രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഈ പരാതിയിലെ കഴമ്പില്ല, സത്യമില്ല എന്ന് തന്നെ പറഞ്ഞു. അതിൽ കൂടി ഇല്ല കേസിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇതിന് മുമ്പായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഇല്ല, ലീഗൽ ഒപ്പീനിയൻ ഒന്നും എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് രഞ്ജിത്തിനെതിരെ തെളിവുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പരാതി വന്ന ഉടനെ നടപടിയെടുത്തെന്നും സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും പറഞ്ഞു. ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല. ഇതോടൊപ്പം തന്നെയാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ സമൂഹം ആ കാര്യം ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിശോധിച്ച് ഉചിതമായ നിയമ നടപടിയിലേക്ക് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ പറ്റി ആക്ഷേപം വന്നപ്പോൾ തന്നെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നിയമപരമായ നടപടികളെല്ലാം സ്വീകരിച്ചു. അത് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. ഒരു സംരക്ഷണവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അന്നും ഏരിയയോടൊപ്പമുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു ആക്ഷേപം വന്നിരിക്കുന്നു. അത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നു. അന്വേഷണത്തിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷണം തുടരട്ടെ. വിപിൻ സി വിജയനും വിഷ്ണു സുരേഷും ഏറ്റവും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം വിപിനിലേക്കാണ്. വിപിൻ, സംസ്ഥാന സർക്കാരിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ ബോഡിയിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിലിരുന്ന ഒരാൾക്കെതിരെ ഉണ്ടായ ആരോപണം ഇത് ആദ്യമായല്ല. പാലേരി മാണിക്യത്തിന്റെ സെറ്റിലുണ്ടായ ദുരനുഭവത്തെ പറ്റി ഒരു ബംഗാളി നടി നേരത്തെ പറഞ്ഞു. അത് കഴിഞ്ഞും ഒരു പരാതി ഉണ്ടായി. ഇത് മൂന്നാമത്തെ പരാതിയാണത്. അതിൽ പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള സാവകാശം കിട്ടുന്നതിന് മുമ്പ് സംവിധായകൻ അകത്തായി. വിപിൻ. അതെ അശ്മി, മൂന്നാമത്തെ പരാതിയാണ്. ആ മൂന്നാമത്തെ പരാതിയിൽ ഇപ്പോൾ അഴിക്കുള്ളിലായിരിക്കുന്നു. ഇപ്പോൾ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിന് മുൻപ് 2 കേസുകൾ വന്നിരുന്നു. പിന്നീട് ആ പരാതിയുമായി അവർ മുന്നോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ആ ഇര മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ആ കേസ് പിന്നീട് കോടതി റദ്ദാക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ മൂന്നാമത്തെ തവണയും അത് ലൈംഗിക അതിക്രമ പരാതി ഉയരുകയാണ്. ആ ഉയർന്നതോടുകൂടി തന്നെ പോലീസ് ഒരു ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടൽ ആ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. ഇന്നലെ പോകുന്ന വഴിക്ക് തൊടുപുഴയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നീട് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. നേരെ കൊണ്ടുവന്നത് ജനറൽ ആശുപത്രിയിലേക്കായിരുന്നു. അവിടുത്തെ പരിശോധനയിലാണ് ആ ഒരു രക്തസമ്മർദ്ദം കൂടുതലാണ് എന്നുള്ളത് കാണിക്കുന്നത്. 5 മണിക്കൂറോളം അവിടെ വൈദ്യപരിശോധന നടത്തിയതിന് ശേഷമാണ് ഇന്നിപ്പോൾ രാവിലെ ഏകദേശം ഈ രക്തസമ്മർദ്ദം ഉൾപ്പെടെ നോർമലായി എന്ന് കാണുകയും അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക്, പിന്നീട് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കൊക്കെ 8 മണിയോടുകൂടി തന്നെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്തിക്കുകയും പിന്നീട് ഇപ്പോൾ റിമാൻഡിലാവുകയും ചെയ്തിരിക്കുന്നത്. അഭിഭാഷകരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഈ ഒരു കേസിൽ കഴമ്പില്ല എന്നുള്ളതും എത്രയും വേഗം ഇന്ന് തന്നെ ആ ജാമ്യം അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇന്ന് തന്നെ വാദം കേൾക്കും എന്നുള്ളതുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഓപ്പൺ കോർട്ടിലായിരിക്കും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഒരു വ്യക്തത ഇതുമായി ബന്ധപ്പെട്ട് വരും. ജനുവരി 30-ാം തീയതി ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ രഞ്ജിത്ത് തന്നെ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിലെ യുവനടിയാണ് ഈ പരാതിയുമായി രംഗത്ത് വരുന്നത്. ആദ്യം അവിടെ തന്നെയുള്ള, അതായത് ഈ സിനിമ സെറ്റിൽ തന്നെയുള്ള ഒരു ഇന്റേണൽ കമ്മിറ്റിക്ക് ആ പരാതി നൽകുന്നു. പക്ഷേ നടപടിയൊന്നും ഉണ്ടാകാത്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ 2 മാസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് DGPക്കും പിന്നീട് പോലീസിൻ്റെ വനിതാ സെല്ലിലേക്കും പരാതി പോകുന്നതും ദ്രുതഗതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കമ്മീഷണർ ഓഫീസിലാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അശ്മി, ഒന്നിൽ പിഴച്ച് 3 എന്ന, അല്ല ഒന്നിൽ പിഴച്ചാൽ 3 എന്ന് പറയുന്ന മട്ടിലാണ് ഒരു പരാതി ഉണ്ടായി. അത് ഈ പറയുന്ന കാലതാമസമൊക്കെ പരിഗണിച്ച് റദ്ദാക്കപ്പെട്ടു. രണ്ടാമതൊരു പരാതിയും ഉണ്ടായി. അതിലും സമാനമായ കാലതാമസ പ്രശ്നമുണ്ടായി. മൂന്നാമതൊരു പരാതിയിൽ പക്ഷേ ഒട്ടുമേ കാലതാമസം ഉണ്ടായില്ല. സംവിധായകൻ രഞ്ജിത്ത് ജയിലിനകത്തായി. ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് ഉച്ചയ്ക്ക് 12 മണിക്ക്. അതിലേക്ക് അടക്കമെത്താം ഇടവേളയ്ക്ക് ശേഷം. You are watching 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.